നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്രത്തിൻ്റെ അവഗണനയിൽ പ്രതിഷേധിച്ച സംസ്ഥാന സർക്കാർ നാളെ ഡൽഹിയിൽ സമരം നടത്തുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടത് എംപിമാരും MLA-മാരും സമരത്തിൽ പങ്കെടുക്കും. ഈ സമരത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണ്? ഇതൊരു രാഷ്ട്രീയ നാടകമല്ലേ? ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. ഡൽഹിയിൽ കൊടി പിടിക്കാൻ കോടികളല്ലേ ചെലവ്? BJP സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് ജി വാര്യ, കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ, ഇടത് സഹയാത്രികൻ മാധ്യമപ്രവർത്തകൻ കൂടിയായ ശ്രീ M ജയചന്ദ്രൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും ഞാൻ ഈ സംവാദം ശ്രീ ജയചന്ദ്രനിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീ ജയചന്ദ്രൻ, ഞാൻ ആമുഖത്തിൽ ചോദിച്ചതുപോലെ എന്തിനാണ് ഈ സമരം? ഇപ്പോൾ ഇവർ ഇറക്കിയ LDF ഇറക്കിയ ഒരു ലീഫ്ലെറ്റിൽ പറയുന്നത് കേന്ദ്ര അവഗണനയല്ല, കേന്ദ്ര പ്രതികാരം, അതിലുള്ള പ്രതിഷേധം എന്നാണ് പറയുന്നത്. അത്രമാത്രം പ്രതികാര ബുദ്ധിയോടെ കേന്ദ്ര സർക്കാർ കേരളത്തെ നോക്കിക്കാണുന്നുണ്ടോ? നോക്കൂ, എത്രയോ വർഷങ്ങളായി മുടങ്ങിക്കിടന്ന വികസനം താങ്കൾക്ക് തന്നെ അറിയാം. നമ്മുടെ ദേശീയപാത വികസനം, വല്ലാർപാടം, വിഴിഞ്ഞം പദ്ധതി, അങ്ങനെ മാത്രമല്ല ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ അടക്കം കേരളത്തിന് തന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാർ കനിഞ്ഞനുഗ്രഹിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പലതവണ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയോടുള്ള മമത, അദ്ദേഹത്തോടുള്ള നന്ദി, ഇതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകടമാക്കിയിട്ടുമുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു സമരം? മാത്രമല്ല, കോടികൾ ചെലവഴിച്ചാണ് കൊടി പിടിക്കുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു സമരത്തിൻ്റെ ആവശ്യമുണ്ടോ ശ്രീ ജയചന്ദ്രൻ? ഇത് താങ്കളുടെ ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്കുള്ള ഒരു ജാലകമാണ് എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അതിനകത്തൊരു നമ്മൾ സംസാരിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു വിയോജിപ്പുള്ള എന്താണെന്നറിയാമോ? ഇതൊരു രാഷ്ട്രീയം ഇതിനകത്ത് ഉണ്ടാകുന്ന താങ്കൾ പറഞ്ഞു. നിശ്ചയമായും ഒരു രാഷ്ട്രീയം ഉണ്ട് എന്നതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഇപ്പോ ഈ ചർച്ചയുടെ കാര്യം പറഞ്ഞാല് ഇതിൽ പങ്കെടുക്കുന്ന ജിൻഡോ, അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്. സന്ദീപ് വാര്യർ BJP നേതാവാണ്. ഞാനും താങ്കളും നമ്മൾക്ക് പ്രത്യക്ഷ രാഷ്ട്രീയമില്ല എങ്കിലും രാഷ്ട്രീയ പക്ഷമുണ്ട് എന്ന് നമുക്ക് ഇരുവർക്കും അറിയുകയും ചെയ്യാം. മാധ്യമപ്രവർത്തനം നടത്തുന്നവരുമാണ്. അപ്പോ ഇതിൻ്റെ അകത്ത് ബാക്കി രാഷ്ട്രീയ പ്രവർത്തകർക്ക്, നേതാക്കൾക്ക് ഓരോരുടെ അഭിപ്രായം പറയാം. നമ്മളത് പറയുമ്പോൾ പ്രത്യക്ഷ രാഷ്ട്രീയത്തിലല്ല നമ്മൾ വർത്തമാനം പറയുക. അതുകൊണ്ട് രാഷ്ട്രീയ നാടകം എന്ന നമ്മുടെ കേന്ദ്ര സഹമന്ത്രി ശ്രീ മുരളീധരൻ ഉന്നയിച്ചതിനോട് ഞാൻ വിയോജിക്കുന്നില്ല. കാരണം രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി ആവുന്നത്. അപ്പോ കേരള സർക്കാർ നടത്തുന്നത്, നാളെ ജന്തർ മന്ദിറിൽ നടത്തുന്നത് രാഷ്ട്രീയ നാടകമാണ് എന്ന് അദ്ദേഹത്തിന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷെ ഞാൻ പറയുക, അത് നിശ്ചയമായ ഒരു രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയം തന്നെയാണ്. കാരണം LDF-നെ അധികാരത്തിൽ കൊണ്ടുവന്നത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണല്ലോ. UDF പ്രതിപക്ഷത്തിരിക്കുന്നതും ജനങ്ങൾ വോട്ട് ചെയ്തത് തന്നെയാണ്. അപ്പൊ വീണ്ടും ജനങ്ങളുടെ മാൻഡേറ്റിന് വേണ്ടി നിരന്തരം ശ്രമിക്കുക എന്നുള്ളതാണ് ജയിച്ച ഭരണപക്ഷത്തിന്റെയും മറുപക്ഷത്തുള്ള പ്രതിപക്ഷത്തിന്റെയും രാഷ്ട്രീയ ധർമ്മം. അതവർ ചെയ്യുന്നുമുണ്ടാവും, ഉണ്ടെന്ന് തന്നെ വേണമല്ലോ നമുക്ക് പറയാൻ. അതുണ്ട്. അപ്പോഴാണ് ഈ ഒരു പ്രശ്നം താങ്കൾ ചോദിച്ചതുപോലെ എന്തിനാണ് ഇത്തരത്തിലൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രശ്നം എന്ന് ചോദിക്കുന്നതിന് നമ്മൾ പരസ്പരം കണ്ടെത്തുന്ന മറുപടിയെക്കാളും ഏറ്റവും യോജിക്കുക ഇന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, DKS എന്ന് അറിയപ്പെടുന്ന അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് കിട്ടാനുള്ളത്, ഞങ്ങളുടെ നികുതി ഞങ്ങൾക്ക് തരണം, ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അവരുടെ ആയിരുന്നല്ലോ ഇന്നത്തെ സമരം. ഞങ്ങളുടെ നികുതി ഞങ്ങൾക്ക് തരണം, ഈ മുദ്രാവാക്യമാണ് കർണാടക ഉയർത്തുന്നത് അദ്ദേഹം ശിവകുമാർ പറയുന്നു. അത് ഞങ്ങൾക്ക് കിട്ടാനുള്ള 1.87 കോടി ഈ ലക്ഷം കോടി രൂപയാണ്. അത്രയും തുക ഞങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷം കൊണ്ട് തരാനുള്ളത് ഇവർ തരുന്നില്ല, നേരെ ചൊവ്വേ തരുന്നില്ല.
അപ്പൊ അത് കിട്ടണം. അത് ചോദിച്ച് മടുക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു മാർഗം അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് അദ്ദേഹം പറയുന്നത്. അതിന് പിന്നാലെ കേരളം വരുന്നു, തമിഴ്നാട് അതേപോലെ പറയുന്നു, ഡൽഹി പറയുന്നു, ബംഗാൾ പറയുന്നു, അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഈ കേരളത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലേ എന്ന് താങ്കൾ ചോദിച്ചു. നിശ്ചയമായും ചെയ്തിട്ടുണ്ട്. അതൊക്കെ പിന്നെ നിഷേധിക്കാനും നമ്മളാരും മുതിരില്ലല്ലോ. ഞാനും മുതിരില്ല. ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതല്ലേ. പക്ഷെ ഈ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ചെയ്യുക എന്ന് പറയുന്നത് ഔദാര്യമല്ല. അതാണ് ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത്. ഈ ഡെമോക്രാറ്റിക് ഫെഡറലിസത്തിനകത്ത് നിൽക്കുന്നതാണല്ലോ ഫിസ്ക്കൽ ഫെഡറലിസം. അപ്പൊ അതിന്റെ അകത്ത് ഈ പിന്നെ പാർലമെന്റ് പ്രത്യേകിച്ച് 2003 ധന ഉത്തരവാദിത്വ നിയമം പാസ്സാക്കിയ രാജ്യം കൂടെയാണ് നമ്മുടെ രാജ്യം എന്ന് ഓർക്കണം. പാർലമെന്റിനെ തുടർന്ന് എല്ലാ സംസ്ഥാനങ്ങളും പാസ്സാക്കി. നമ്മളും 2003 ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കും പാസ്സാക്കിയതാണ് കേരള ധന ഉത്തരവാദിത്വ നിയമം. അതടക്കമുള്ള കാര്യങ്ങൾ നിൽക്കുകയാണ്. കടമെടുപ്പ് പരിധി അന്ന് നിശ്ചയിച്ചത് യൂണിയൻ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും 3% കടമെടുപ്പ് പരിധി. പക്ഷെ ആ കടമെടുപ്പ് പരിധി എത്രയോ പ്രാവശ്യം ലംഘിക്കുന്നു കേന്ദ്ര യൂണിയൻ ഗവൺമെന്റ്. ഈ കഴിഞ്ഞ പിന്നെ ശ്രീമതി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ പോലും നടപ്പ് സാമ്പത്തിക വർഷത്തെ എത്രയാണ് കടമെടുപ്പ് പരിധി കേന്ദ്ര ഗവൺമെന്റ് എത്തി നിന്നത്? 6.1-ലല്ലേ. ഇപ്പോ ഈ വർഷം വരാനിരിക്കുന്ന വർഷം അത് 5.6-ലേക്ക് എത്തും എന്ന പ്രതീക്ഷയാണ് അവർ പുലർത്തുന്നത്. ആ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് അത് വരികയും ചെയ്യും. മറ്റൊരു കാര്യം, പക്ഷെ ഞാൻ പറഞ്ഞത് 2003 കേന്ദ്രവും സംസ്ഥാനങ്ങളും പാർലമെന്റിലും നിയമസഭകളിലും പാസ്സാക്കിയത് 3% കടമെടുപ്പ് പരിധി എന്നുള്ളിടത്താണ്. ആ 3% കടമെടുപ്പ് പരിധി ആരാണ് കവച്ച് പോയത്? അത് പറയുന്നില്ല. പിന്നെ വേറൊരു ആരോപണം പിന്നെ ഉന്നയിക്കുന്നത് കേരളത്തിന്റെ നമ്മുടെ ബഹുമാനപ്പെട്ട ഏറ്റവും ബഹുമാനായ പ്രിയപ്പെട്ട ശ്രീ മുരളീധരൻ കേന്ദ്ര സഹമന്ത്രി തന്നെയാണ് പറയുന്നത് 39% നമ്മളുടെ പിന്നെ ഈ ഡെറ്റ് റേഷ്യോ പോയിരിക്കുന്നത്. അത് തെറ്റാണ്. അദ്ദേഹത്തിന് കണക്ക് ആരെഴുതി കൊടുത്താലും സ്റ്റാഫിൽ ആരെഴുതി കൊടുത്താലും അത് തെറ്റാണ്. നമുക്കുണ്ടായിരുന്നു 39 ഉണ്ടായിരുന്നു. എപ്പോഴാണെന്ന് അറിയാമോ? കോവിഡ് കാലത്താണത്. ഇപ്പൊ നമ്മുടെ പരിധി 36.1 or 2 ആണ്. കൃത്യമായിട്ട് എക്സാക്ട് ഞാൻ ഓർക്കുന്നില്ല. അതാണ്. അത് ഈ വരുന്ന സാമ്പത്തിക വർഷം അത് 35-ലേക്ക് വരും. 30 to 35 ഇറ്റ്സ് ഓക്കെ. അങ്ങനെയാണ് സാമ്പത്തിക വ്യവസ്ഥകളെല്ലാം അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നതും എടുത്തതും അങ്ങനെയാണ്. ഏതാണ്ട് എല്ലാ സ്റ്റേറ്റുകളും ഇപ്പൊ നോക്കൂ. അല്ല നമ്മുടെ ഈ ഞാൻ പറഞ്ഞത് 15ാം ധനകാര്യ കമ്മീഷൻ കേരളത്തെ രാജ്യത്തെ ഏറ്റവും കടബാധ്യത ഏറിയ സംസ്ഥാനമായി നിർവചിച്ചിട്ടുണ്ടോ? കടമെടുപ്പ് പരിധി തുടർച്ചയായി ലംഘിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടോ? റിസർവ് ബാങ്ക് ഏറ്റവും കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അല്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഡൽഹിയിൽ ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയോടും ധനമന്ത്രിയോടാണ് ചോദിച്ചത്. മാത്രമല്ല, ഈ 57,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞ് അവസാനം നിർമ്മലാ സീതാരാമൻ ഇവിടെ എത്തി ധനമന്ത്രിയുടെ കൂടെ ഇരുന്ന് കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഏകദേശം 5,000 കോടി മാത്രമേ കിട്ടാനുള്ളൂ എന്ന രീതിയിൽ എത്തുകയും ചെയ്തു. അത് ധനകാര്യമന്ത്രിക്ക് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ ഈ 57,000 കോടി കിട്ടാനുണ്ട് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതൊക്കെ അതിന്റെ ഏതൊക്കെ നിലയിലാണെന്നുള്ളതിന്റെ എല്ലാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. എനിക്ക് അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അത് പറയുകയും ചെയ്യാം ശ്രീ അനിൽ നമ്പ്യാർ. ഞാൻ പറഞ്ഞ അതല്ല. ഞാൻ പറഞ്ഞ താങ്കളുടെ ചോദ്യത്തിലേക്ക് തന്നെ എത്തുകയായിരുന്നു. നമ്മൾ 39% ഈ കടമെടുപ്പ് പരിധി റേഷ്യോ വരുന്ന എപ്പോഴാണെന്ന് അറിയാമോ? കോവിഡ് കാലത്താണ്. അപ്പൊ ഈ കോവിഡ് കാലത്ത് മറ്റൊരു പ്രത്യേകതയുണ്ട്. ബീഹാർ, അന്ന് കോൺഗ്രസ് ഭരിച്ച രാജസ്ഥാൻ, UP, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളൊന്നും കടമെടുപ്പ് എന്ന പരിധി ഉയർത്തിയില്ല. നമ്മളതല്ല ചെയ്തത്. നമ്മൾ ഉയർത്തിയിട്ട് പിന്നെ അത് ജനങ്ങൾക്ക് പിന്നെ അനുകൂലമായി അവർക്ക് ഗുണകരമായി ഡിസ്ബേഴ്സ് ചെയ്യാണ് ചെയ്തത്, വിതരണം ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് സംഭവിച്ചത് എന്താ? ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല കോവിഡ് കാലത്ത്. പക്ഷെ ഈ പറഞ്ഞ ബീഹാറിൽ നിന്നും ഒഡീഷയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും UP-യിൽ നിന്നും ഒക്കെയുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന സ്ഥിതി ഉണ്ടായി. നമ്മളവർ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞാണ് സ്വീകരിച്ചത്. അപ്പൊ അവർക്ക് അവിടെ കഴിയാൻ പോലും സാഹചര്യം ഇല്ലാതെ നമ്മളിവിടെ ഈ പിന്നെ മണി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ചെയ്തതും. അതുകൊണ്ടാണ് ആ തരത്തിൽ അന്ന് ഉയർന്നു നിന്നത്. പക്ഷെ അത് കുറഞ്ഞു വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കണക്കുണ്ടല്ലോ 36.1 or 2 ആണ് ഇപ്പൊ നിൽക്കുന്നത്. അത് അടുത്ത വർഷം ആകുമ്പോഴേക്ക് അത് വീണ്ടും കുറയും. അപ്പൊ ഈ 30 to 35 എന്നുള്ള ഇറ്റ്സ് ഓക്കെ. അതാണ് സാമ്പത്തിക രംഗത്തെ ഒരു പൊതുമാനദണ്ഡമായിട്ട് നിൽക്കുന്നത്. അതങ്ങനെയാണ്. ഇപ്പൊ നമ്മളുടെ ഈ 57,000 കോടി എന്നുള്ളത് 5,000 കോടിയായി എന്നുള്ളത് അത് വാസ്തവ വിരുദ്ധമാണ്. അങ്ങനെയല്ല. അതിന് വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ താങ്കളുടെ ചോദ്യം അതല്ലല്ലോ.
ചോദ്യത്തിന്റെ ക്രക്സ് എന്ന് പറയുന്നത് നാളത്തെ സമരം തന്നെയാണല്ലോ. അതെ. സമരത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഒരു വശം എന്ന് പറഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയും CPM നേതാക്കളും LDF നേതാക്കളും പറഞ്ഞിട്ടുള്ള ഞങ്ങൾ പിന്നെ കേന്ദ്രത്തിന്റെ ഈ വിവേചനത്തിനെതിരെ പിന്നെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുക എന്നുള്ള പോംവഴിയാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. അത് ചെയ്യും. അപ്പൊ നിയമപരമായി നേരിടുക എന്നുള്ളതിനാണ് സുപ്രീം കോടതിയിൽ ഡിസംബർ 14 സ്റ്റേറ്റ് കേസ് കൊടുത്തത്. ആ കേസിന് കേന്ദ്ര സർക്കാർ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്നത് കേന്ദ്രത്തിന് അവകാശമില്ല കടമെടുപ്പ് നിശ്ചയിക്കാൻ യൂണിയൻ ഗവൺമെന്റിന് എന്നുള്ളതാണ് കേരളത്തിന്റെ ആർഗ്യുമെന്റ്. ആ ആർഗ്യുമെന്റ് മുഖവിലയ്ക്ക് എടുത്തിട്ടാണ് സുപ്രീം കോടതി രജിസ്റ്റർ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതും പിന്നെ ശ്രീ വി മുരളീധരനെ ആരോ സമർത്ഥമായി പറ്റിച്ചിട്ടുണ്ട് മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതിയിൽ ഈ വാദങ്ങളെല്ലാം പൊളിയും എന്നാണ് ധനകാര്യ മേഖലയിലെ പ്രമുഖർ പറയുന്നത്. സർ, അല്ല, പൊളിയുന്നെങ്കിൽ പൊളിഞ്ഞോട്ടെ, ഇറ്റ്സ് ഓക്കെ. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ എന്റെ ഒരു അസംഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളുടെ കേന്ദ്ര സഹമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ കേന്ദ്ര സഹമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവര് ഇങ്ങനെ തെറ്റായി അദ്ദേഹത്തെ ബോധവൽക്കരിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി നോക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. എഴുതി കൊടുക്കുന്നത് അദ്ദേഹത്തിന് പത്രസമ്മേളനത്തിൽ പറയേണ്ടി വരും. അപ്പോ സുപ്രീം കോടതി ഒരു സ്റ്റേറ്റിന്റെ ഒരു കേസ് എടുക്കുമ്പോൾ, ഒരു സ്റ്റേറ്റ് അല്ല പല സ്റ്റേറ്റുകളുടെയും ഉണ്ട്, ഒരു കേസ് എടുക്കുമ്പോൾ ആ രജിസ്റ്റർ ചെയ്ത് ഉൾക്കൊള്ളുമ്പോൾ ആ ഉന്നയിക്കുന്ന പരാതിയിൽ അത് വാലിഡ് ആണ്, വാലിഡ് റീസൺസ് ആ കംപ്ലൈന്റിൽ ഉണ്ട്, അല്ലെങ്കിൽ ആ പ്ലീയിൽ ഉണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അത് എടുക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സാമാന്യ ബോധ്യം അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽപ്പെട്ടവർക്കുണ്ടാവണം. അദ്ദേഹത്തിന് ഞാൻ ഒരിക്കലും പറയാം, കാര്യം അദ്ദേഹം പിന്നെ ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ്, അനുഭവ പരിചയമുള്ള അനുഭവ സമ്പന്നനായ രാഷ്ട്രീയ നേതാവാണ് ശ്രീ വി മുരളീധരൻ. അദ്ദേഹം വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുക എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയില്ല. അത് തെറ്റിദ്ധരിപ്പിച്ചതാണ്. ആ കേസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ കേസ് എടുത്തത് നിയമപരമായ പിന്നെ പ്രതിരോധത്തിന്റെ ഒരു വശം, നാളത്തേത് രാഷ്ട്രീയമായ പ്രതിരോധത്തിന്റെ മറ്റൊരു വശം. അതാണല്ലോ ശ്രീ MM ഹസൻ UDF കൺവീനർ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നടത്തുന്നതിനോട് UDF അതിനകത്ത് എതിർപ്പൊന്നുമില്ല. നടത്തരുതെന്നുള്ള എതിർപ്പും അഭിപ്രായ വ്യത്യാസവും UDF ഇല്ല. UDF പങ്കെടുക്കുന്നില്ല. അത് UDF നിലപാടാണ്. ആ നിലപാടെടുക്കാനുള്ള സാഹചര്യവും സ്വാതന്ത്ര്യമൊക്കെ അവർക്കുള്ളതാണ്. അതിനെയൊക്കെ അവരവരുടേതായ രീതിയിൽ വിശദീകരിക്കും. ഇവിടെ ഇപ്പൊ അതിന് കോൺഗ്രസ് പ്രതിനിധിയുണ്ട്, അദ്ദേഹം അത് വിശദീകരിക്കും. അല്ല ജയചന്ദ്രൻ, നാളെ ഈ സമരം നടത്തി ഉടൻ തന്നെ അതിനൊരു റിസൾട്ട് ഉണ്ടാവുമെന്ന് താങ്കളെ പോലുള്ളവർ കരുതുന്നുണ്ടോ? അല്ല, ഈ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ കടമെടുപ്പ് പരിധി അതിൻ്റെ ഇത് നീട്ടിത്തരും, അല്ലെങ്കിൽ കേന്ദ്രം പിന്നെയും വാരിക്കോരി തരും എന്നൊക്കെ കരുതുന്നുണ്ടോ? ഇത്രയും കോടികൾ ചിലവാക്കിയാണ് അവിടെ പോയിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കൂ, സംസ്ഥാന മുഖ്യമന്ത്രി, മന്ത്രിമാർ, പിന്നെ അവരുടെ പേഴ്സണൽ സ്റ്റാഫ്, പിന്നെ MP-മാർ, MLA-മാർ എല്ലാവരും ഉണ്ട്, ഇടതുപക്ഷ MLA-മാർ. സർ, ചുരുങ്ങിയ ഈ സമരം നടത്താൻ, കൊടി പിടിക്കാൻ എത്ര കോടികൾ ചിലവാക്കിയിട്ടുണ്ടാവും? താങ്കളൊരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്, അപ്രോക്സിമേറ്റ്ലി എത്ര ചിലവാക്കിയിട്ടുണ്ടാവും? അല്ല, നമ്മൾ അത്തരം പറ്റിയ ആർഗ്യുമെന്റ്സ് ഞാൻ എന്താണെന്നറിയോ സാർ, ഇവിടെ നമ്മളെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഞാനും താങ്കളും കൊടുക്കുന്ന നികുതി പണം എടുത്തിട്ടാണ് ഇവർ ഈ ഡൽഹി യാത്ര നടത്തിയതും അതുപോലെ കൊടിപിടിക്കുന്നതൊക്കെ ആ നികുതി പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് LDF കൺവീനർ പറഞ്ഞിട്ട് ഇവരെല്ലാം സ്വന്തം പോക്കറ്റിൽ നിന്നാണ് എടുത്ത് ചിലവാക്കുന്നത്. അത് കണ്ടതാണ്. മറ്റേ നമ്മുടെ നവകേരള സദസ്സിനുള്ള യാത്രയിൽ TA DAയും പോലും എഴുതിയെടുത്തവന്മാരാണ് ഈ മാന്യന്മാർ. എന്നിട്ടാണ് സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവാക്കി ഇവിടെ ഡൽഹിയിൽ പോകുന്നതും. ഐ ഡോണ്ട് ബിലീവ്. അല്ല, ഞാൻ അതിനെ കുറിച്ച് പറയാത്ത അതുകൊണ്ടാണതേ. ഇപ്പൊ ഇവിടെ എന്തായാലും പിന്നെ സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമേ അധികാരത്തിൽ കയറാൻ കഴിയൂ, ഏത് കക്ഷിക്കാണെങ്കിലും മുന്നണിക്കാണെങ്കിലും. അപ്പൊ അങ്ങനെ അധികാരത്തിൽ കയറിയിട്ടുള്ള സർക്കാരിന്റെ ഒരു പരിപാടിയാണ് നാളെ ഡൽഹിയിൽ നടക്കുന്നത്. ആ സർക്കാരിന് അതിനുള്ള അധികാരമുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ അവരത് ചെയ്യുന്നത്. ഖജനാവിൽ നിന്നായിരിക്കും പൈസ എടുക്കുന്നതെന്ന് താങ്കൾ പറയുന്നു, ഞാൻ വിയോജിക്കുന്നില്ല. മുഖ്യമന്ത്രി അടക്കം പറയുന്നു സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് ഇന്ന് മനോരമ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് വായിക്കാനും കഴിയും. അതിനോട് ഞാൻ തർക്കിക്കാൻ വരുന്നുമില്ല. പിന്നെ ഖജനാവിലെ പൈസ ആയിരിക്കാം, അല്ലായിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. അത് ആ തർക്കത്തിലേക്കല്ല ഞാൻ വരുന്നത്. എനിക്ക് ഇതിൻ്റെ അകത്ത് അതല്ല വിഷയവും. അത്തരം പിന്നെ പെറ്റി ആർഗ്യുമെന്റ്സിന്റെ പേരിലല്ല ഈ സമരത്തിന്റെ പ്രാധാന്യം വരുന്നതും താങ്കൾ പ്രാധാന്യം കുറച്ച് കാണിക്കുന്നതും ആ പേരിലല്ലല്ലോ. അതെന്തായാലും അല്ല. അതപ്പോ അതവിടെ ഇരിക്കട്ടെ. പ്രശ്നം ഇതാണ്, പിന്നെ നമ്മളുടെ ഈ പിന്നെ ധനകാര്യ സ്വാതന്ത്ര്യത്തിന്മേൽ
കേരളത്തിന്റെ മാത്രം, കേരളമാണ് പ്രധാനമായിട്ട് ഇത് ഉയർത്തിക്കൊണ്ടുവന്നത്. ധനകാര്യ സ്വാതന്ത്ര്യത്തിന്മേൽ അനാവശ്യമായ കൈകടത്തുകൾ. അപ്പോഴാണ് താങ്കൾ ചോദിക്കുന്നത് നാളെ സമരം ഇരുന്നാൽ നാളത്തെ കൊണ്ട് തീർക്കാൻ കഴിയുന്നതാണ് പ്രതിഷേധം. ഇല്ല, കണിശമായും നാളെ തീരില്ല. ഇത് നാളെ തീരില്ല. ഞാൻ പറഞ്ഞില്ലേ, നിയമപരമായ പ്രതിരോധം ഉണ്ട് സുപ്രീം കോടതിയിൽ, രാഷ്ട്രീയമായ പ്രതിരോധം വരുന്നു നാളെ ജന്തർ മന്ദറിൽ. അത് രണ്ടും കമ്പൈൻഡ് ആയിട്ടാണ് വരുന്നത്. ആ കമ്പൈൻഡ് എഫർട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അകത്ത് നിശ്ചയമായും പൊളിറ്റിക്സ് ഉണ്ട്. തുടക്കത്തിലെ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇതിനകത്ത് പാർട്ടി പൊളിറ്റിക്സ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് പിന്നെ കർണാടക കോൺഗ്രസ് ലീഡേഴ്സ് അതിനെ എൻഡോഴ്സ് ചെയ്യുന്നത്. നാളത്തെ സമരത്തെ എൻഡോഴ്സ് ചെയ്യുന്നത് സ്റ്റാലിൻ, കെജ്രിവാൾ ഒക്കെ പാർട്ടി പൊളിറ്റിക്സ് എന്നുള്ളത് വിട്ടിട്ടാണ്. അത് അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്, പക്ഷേ ക്ലിയർലി റിലേറ്റഡ് ടു ഈച്ച് ആൻഡ് എവരി സ്റ്റേറ്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ മലയാളി മന്ത്രി ശ്രീ ജോർജ് അത് തന്നെ പറയുന്നുണ്ട്, റിലേറ്റഡ് ടു സ്റ്റേറ്റ്സ് എന്ന് തന്നെയാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. അപ്പൊ അതാണ് പ്രശ്നം. ആ പ്രശ്നമാണ് ഇവിടെ നിയമപരമായി ചോദ്യം ചെയ്യപ്പെടുന്നത്, രാഷ്ട്രീയമായും ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പം മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ, ഇന്ന് പത്രസമ്മേളനം ഡൽഹിയിൽ നടത്തി അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഇത് ആരെങ്കിലും തോൽപ്പിക്കാനല്ല, ഇത് ആർക്കെങ്കിലും ജയിക്കാനുമല്ല. സ്വാഭാവികമായും ആരെങ്കിലും തോൽപ്പിക്കാനല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികം ആർക്കെങ്കിലും ജയിക്കാനുമല്ല. ഇത് നമുക്ക് നമ്മളുടെ അവകാശം നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ എന്താ പറയുന്നത്, അതിന്റെ ഒരു ബ്രിം നിൽക്കുന്ന, അങ്ങനെ ആ ബ്രിമ്മിലാണ് നിൽക്കുന്നത്. അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയുന്നില്ല, കേന്ദ്രം വഴങ്ങുന്നില്ല. പിന്നെ കോടതിയുള്ള മാർഗം, രാഷ്ട്രീയമായിട്ട് സമ്മർദ്ദവും. അതാണ് ആ രണ്ട് തരത്തിലുള്ള നടപടികളാണ് LDF സർക്കാർ നീക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. യെസ്, ഡോക്ടർ ജിൻഡോ ജോൺ, കുറേ കാലമായി ഡോക്ടർ ജിൻഡോയെ ഈ വേദിയിൽ കണ്ടിട്ട്. നമ്മുടെ ജയേന്ദ്രൻ സാർ കുറച്ചു കാലം മാറി എന്നിരുന്നു. ആ എതിർപ്പൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഡോക്ടർ ജിൻഡോ, ശ്രീ ജയേന്ദ്രൻ പറഞ്ഞ വാദങ്ങളോട് താങ്കൾ യോജിക്കുന്നുണ്ട്? ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നത് നോക്കൂ, കർണാടകത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA മാരും ഇന്ന് ഡൽഹിയിൽ സമരം നടത്തി. അപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അവഗണിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉന്നയിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ആശങ്ക കേരളം ഉന്നയിക്കുന്നു. അതൊരു അവകാശമാണ്, സംസ്ഥാനത്തിൻ്റെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ നാളെ നടത്തുന്ന സമരം പ്രസക്തമാണ് എന്നാണ് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. താങ്കളുടെ നിലപാട് എന്താണ് ഡോക്ടർ ജിൻഡോ? ശ്രീ അനിൽ, ഇതിൽ അദ്ദേഹം പറഞ്ഞ ഭാഗത്തോടൊന്നും ഞാൻ അങ്ങനെ അതേ അർത്ഥത്തിൽ തന്നെ എതിർക്കുന്നില്ല. കാരണം LDFനല്ല, BJPക്കോ കോൺഗ്രസിനോ മറ്റേത് കക്ഷികൾക്കും ഭരിക്കുന്ന സർക്കാരുകൾക്കെതിരെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. അത് യൂത്ത് കോൺഗ്രസ്സുകാരോ മറ്റേതെങ്കിലും സംഘടനകളോ പ്രതിഷേധിക്കുമ്പോൾ തലയടിച്ചു പൊട്ടിക്കുകയും ജീവൻ രക്ഷാ പ്രവർത്തനവും നടത്താൻ ഡൽഹിയിൽ ആളില്ലാത്തത് കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഈ പറഞ്ഞ MLA മാരും മന്ത്രിമാരും വലിയ പരിക്കില്ലാതെ തിരിച്ചു വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. സമരം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്, അവർ സമരം ചെയ്യട്ടെ. അതിൽ അവരുന്നയിക്കുന്ന ആക്ഷേപങ്ങൾ, ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ സംസ്ഥാന സർക്കാരുകളെ, പ്രത്യേകിച്ച് BJP ഇതര സംസ്ഥാന സർക്കാരുകളെ സാമ്പത്തികമായിട്ട് വരിഞ്ഞു മുറുക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതിലൊന്നും തർക്കമൊന്നുമില്ല. അതിന് പല ഫാക്ട്സ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട്, ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അങ്ങനെ അത് കുറെ കൂടി സങ്കീർണമായിട്ടുള്ള വിഷയമാണ്, അതിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ ഇവരുടെ സമരത്തിനോടൊപ്പം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തതിന് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം നിയന്ത്രണങ്ങളുടെ ഭാഗമാണ് കേരളത്തിലുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ. അതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ പറ്റില്ല. പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാകുന്ന ഒരു കാര്യമാണ്, അത് നയപരമായിട്ടുള്ള സമീപനത്തിന്റെ ഭാഗമാണ്. ഇനി ഇവർ പറയുന്നുണ്ടല്ലോ കർണാടക സമരം ചെയ്യുന്നു, തമിഴ്നാട് സമരം ചെയ്യുന്നു, അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിക്കുന്നു ഒക്കെ പറയുമ്പോൾ, ഈ തമിഴ്നാട്ടിലും കർണാടകയിലും പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നില്ല. അവിടെ സർക്കാരിന്റെ ബസ് ഓടിക്കുന്നവർ ശമ്പളം കിട്ടാതെ കോടതി പോകുന്ന സാഹചര്യമില്ല. അവിടെ മറ്റ് അതിനുള്ള സംവിധാനങ്ങൾ, ബദൽ മാർഗങ്ങൾ അവർ സ്വീകരിക്കുന്നു. അവർ ഇവിടുത്തെ സർക്കാരുകൾ പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ദൂർത്ത് നടത്തുന്ന പോലെ അവിടെ ദൂർത്തും കെടുകാര്യസ്ഥതയും ഇല്ല. അവിടെ ഫിസ്ക്കൽ മാനേജ്മെന്റ് നടത്തുന്നു, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൃത്യമായിട്ട് നടപ്പാക്കാൻ കഴിയുന്ന സർക്കാരുകളാണ് അവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ പറയുന്നത് പോലെ തന്നെ പറയാൻ കേരളത്തിന് അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. കാരണം നാളെ ഇതുവരെ കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളിൽ നമുക്ക് ആക്ഷേപമുണ്ട്. ഇനി 2016 അദ്ദേഹം ഇവിടെ കുറെ കണക്കുകൾ പറഞ്ഞല്ലോ. 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിഞ്ഞു പോകുമ്പോൾ ഇവർ ധവളപത്രമൊക്കെ ഇറക്കിയതാ. അന്ന് കേരളത്തിന്റെ GSDP ഡെറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 27.3 ആണ്.
പക്ഷേ 2017 മുതൽ റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും ഒക്കെ പറയുന്ന GSDP ഡെറ്റ് റേഷ്യോയ്ക്ക് മുകളിൽ 29% മുകളിലാണ് നാളിതുവരെയുള്ള പിണറായി സർക്കാരിന്റെ ഈ 7.5 വർഷക്കാലത്തെ ഭരണം കൊണ്ടുണ്ടായിട്ടുള്ളത്. അത് 2017 29.4 ആണെങ്കിൽ ഇപ്പോൾ അത് 38.1 എത്തി നിൽക്കുന്ന സാഹചര്യത്തിലെത്തുന്നു. ഈ കടമെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിയുമ്പോൾ 1,62,271 കോടി രൂപയാണ് കേരളത്തിന്റെ 1956 മുതൽ 2016 വരെയുള്ള മൊത്തം കടബാധ്യത എങ്കിൽ ഇന്ന് അത് 4,29,270 കോടിയായിട്ട് വർദ്ധിക്കുന്നതിന്റെ ഉത്തരവാദിത്തമാർക്ക് ഈ സർക്കാരിനാണ്. ഇവർ എന്ത് വൻകിട പ്രോജക്റ്റുകൾ കേരളത്തിൽ നടപ്പാക്കി, എന്ത് പുതിയ പദ്ധതികൾ നടപ്പാക്കി? ഒന്നും നടപ്പാക്കിയില്ല എന്ന് മാത്രമല്ല, നിലവിൽ പെൻഷൻ കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് അത് കൊടുക്കുന്നില്ല, ശമ്പളം കൊടുക്കുന്നില്ല, സപ്ലൈകോയ്ക്ക് പണമില്ല, എങ്ങനെ പല കാര്യങ്ങൾ നടക്കുന്നു. നമ്മൾ അതൊക്കെ മറ്റു പല വിഷയങ്ങളായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പരത്തി പറയുന്നില്ല. ഇനി ജയചന്ദ്രൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, കോവിഡിനെ അഭിമുഖീകരിച്ചത് കൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി വന്നതെന്ന്. ഇന്ത്യയിൽ കോവിഡ് മരണങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിച്ച 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ ടീച്ചറമ്മ ഉറങ്ങാതെ കാവലിരുന്ന് കോവിഡിനെ പിടിച്ചു കെട്ടി എന്നൊക്കെ പറയുമ്പോൾ കോവിഡിന്റെ മറവിൽ PPE കിറ്റും മാസ്കും മേടിച്ചതിന്റെ അഴിമതി നടത്തി എന്നുള്ളതിനപ്പുറം കേരളത്തിലെ മരണനിരക്ക് കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. അതിനുശേഷം പ്രളയത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു. പ്രളയം പിടിച്ചു നിർത്തി പ്രളയത്തിന് ആളുകൾക്ക് സഹായം കൊടുത്തുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. 2 പ്രളയം വന്നു. ഈ പ്രളയത്തിൽ അകപ്പെട്ട ആളുകൾ 2018 പ്രളയം മനുഷ്യനിർമ്മിത പ്രളയമാണെന്ന് സർവ്വശാസ്ത്രജ്ഞരും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ടുകളുമുണ്ട്. MM മണി എന്ന് പറഞ്ഞ അന്നത്തെ വിദ്യുച്ഛക്തി മന്ത്രിയുടെ വലിയ വൈജ്ഞാനിക പരിവേഷത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ച ആ പ്രളയത്തിന്റെ ദുരിതം അനുഭവിച്ചത് കേരളത്തിലെ ജനങ്ങളാണ്. സംസ്ഥാന സർക്കാർ അതിന് ആളുകൾക്ക് എന്ത് കോമ്പൻസേഷൻ കൊടുത്തു എന്നുകൂടി പറയണം. അതൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. ഇനി അതുമായി രണ്ടാമത് പറയാനുള്ളത്, പ്രളയത്തിന്റെ പേരിൽ നിങ്ങൾ നാട്ടുകാരിൽ നിന്ന് ക്രൗഡ് ഫണ്ടിങ് നടത്തി സൈക്കിൾ മേടിക്കാൻ വെച്ച കാശും ആടിനെ വിറ്റ കാശും കുടുക്ക പൊട്ടിച്ച കാശും അമ്മമാരുടെ പെൻഷൻ കാശും ഒക്കെ മേടിച്ചു കൊണ്ടുപോയത് CPM-ന്റെ നേതാക്കന്മാർ ആ പ്രളയ ഫണ്ട് തട്ടിയെടുത്തുകൊണ്ടാണ് പോയത്. ഈ നാട്ടിലെ ആളുകൾ പ്രളയത്തെ അതിജീവിച്ചതും കോവിഡിനെ അതിജീവിച്ചതും ഓക്കി ദുരന്തത്തെ അതിജീവിച്ചതും ഒക്കെ അവരുടെ കഠിനാധ്വാനം കൊണ്ടും അവരുടെ ദൈവവിശ്വാസം കൊണ്ടൊക്കെയാണ്. അവരുടെ പ്രയാസം കൊണ്ട് ഗവൺമെന്റ് അവർക്ക് എന്ത് കൊടുത്തു? കേരള സർക്കാർ അവർക്ക് എന്ത് കൊടുത്തു? അവരുടെ പ്രളയ ഫണ്ട് തട്ടിയെടുത്തതോ? കോവിഡിന്റെ സമയത്ത് PPE കിറ്റിലും മറ്റിലും അഴിമതി നടത്തിയതോ? കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്തോ? കേരള സർക്കാർ ഇതിന് കോമ്പൻസേഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കില്ല. ഇനി രണ്ടാമത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടല്ലോ, എന്നിട്ട് എന്തേ 5 വർഷക്കാലം ഏകദേശം 5,000 കോടി രൂപ മിനിമം കിട്ടുന്ന രീതിയിലുള്ള IGST ഫയൽ ചെയ്യാത്തതിന്റെ പേരിൽ 25,000 കോടി രൂപ വെറുതെ കളഞ്ഞില്ലേ, ലാപ്സാക്കി കളഞ്ഞില്ലേ? അതിന്റെ ഉത്തരവാദിത്തമാരാ? ഈ സംസ്ഥാന ധനകാര്യ വകുപ്പിനല്ലേ. 28,258 കോടി രൂപയാണ് CAG റിപ്പോർട്ട് പ്രകാരം ടാക്സ് ഇനത്തിൽ നമ്മൾ പിരിച്ചെടുക്കാതെ കടന്നുപോയത്. അത് രണ്ടും കൂട്ടുമ്പോൾ തന്നെ 53,258 കോടി രൂപ ഈ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്തമാർക്കാ? അത് പറയണ്ടേ? അത് പറയാതെ ഇതിന്റെ മുഴുവൻ പാപഭാരവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്താണെന്നും സംസ്ഥാനത്തെ പ്രതിപക്ഷം കേന്ദ്രത്തോടൊപ്പമാണെന്നുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ സമരത്തിന് പോയാൽ അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതോടൊപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയാം. ഇന്ന് രാവിലെ അത്ഭുതകരവും കൗതുകകരമായിട്ടുള്ള ഒരു വാർത്ത ഞാൻ കണ്ടു. എന്താണെന്നറിയോ? കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് പത്രമാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പറയാണ് കേന്ദ്ര സർക്കാരിന്റെ വലിയ രീതിയിലുള്ള അവഗണന നേരിടുന്നു, അതിനെതിരെയുള്ള സമരമാണെന്ന്. പിന്നെ എന്തിനാണ് ഈ മഹാനെ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൊടുത്ത് ശമ്പളവും ഓണറേറിയവും കൊടുത്ത് സ്റ്റാഫിനെയും വാഹനവും കൊടുത്ത് ഈ ഡൽഹിയിൽ പ്രതിഷ്ഠിച്ചത്? ഈ മഞ്ഞുകാലത്ത് സ്വെറ്റർ ഇട്ട് അവിടെ സുഖവാസം നടത്താനായിട്ടാണോ? അദ്ദേഹത്തിന്റെ ജോലിയായിരുന്നു കേന്ദ്ര സർക്കാരിൽ നിന്ന് അർഹമായത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സംഭാഷണങ്ങൾ നടത്തി നേടിയെടുക്കേണ്ടത്. അന്ന് അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ ഒരു സമരം നടത്താൻ LDF പോകുന്നുണ്ടെങ്കിൽ KV തോമസും A സമ്പത്തും വേണു രാജാമണിയും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടു. അവർക്ക് കൊടുത്ത അവരുടെ രാഷ്ട്രീയ നിയമനത്തിന് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് കൊടുത്ത പണം ആദ്യം തന്നെ സർക്കാർ തിരിച്ചു പിടിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ, സമരം ചെയ്യാൻ പോകാൻ. ഇനി രണ്ടാമത്തത്, സമര ധൂർത്ത് എന്ന് ഇതിനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾ എത്രയോ കള്ളങ്ങൾ കേരളത്തോട് പറയുന്നു. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് സഹാക്കന്മാരുടെ ജീവിതം ബലി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ തെളിവാണ് ഈ ദിവസങ്ങളിൽ വരുന്ന വിദ്യാഭ്യാസ നിയമവുമായി ബന്ധപ്പെട്ട ആക്ഷേപമൊക്കെ. സ്വകാര്യ സർവകലാശാലയും അല്ലെങ്കിൽ വിദേശ സർവകലാശാലയും ഒക്കെ പരവതാനി വിധിച്ച് സ്വീകരിക്കുന്നതൊക്കെ നിങ്ങൾ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ നെഞ്ചത്ത് കൂടിയാണ്. അതൊക്കെ വേറൊരു വിഷയമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ കള്ളം പറഞ്ഞുകൊണ്ട് ഇനിയും പോകരുത്. മുഖ്യമന്ത്രി സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ചെലവാക്കിയിട്ടാണ് അത്രേ ഡൽഹിയിൽ പോയി സമരം ചെയ്തത്. നാണമാവില്ലേ പറയാൻ? വീട്ടിലെ കുട്ടിക്കും പേരക്കുട്ടിക്കും വളർത്തു പട്ടിക്കും വരെ ടൂർ പോകാൻ വേണ്ടിയിട്ട് വിദേശ യാത്ര
നടത്താൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ പൊതുഖജനാവ് കൊള്ളയടിക്കുന്ന ആളുകളാണ് ഈ പറയുന്നത്. നാണമാവില്ല ഇതൊക്കെ പറയാനായിട്ട്? ഇവിടെ നാട്ടിലെ ആളുകൾക്ക് വീട് പണിയാൻ ലൈഫ് മിഷനിൽ വീടിന്റെ മേൽക്കൂര കാത്തു കിടക്കുന്ന 1,26,000 പേർക്ക് അതിന് പണം അനുവദിക്കാതെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ 2 നിലയുള്ള വീട്ടിൽ ലിഫ്റ്റ് വെക്കാനും അല്ലെങ്കിൽ അവിടെ തൊഴുത്ത് പണിയാനും അവിടെ ചാണക കുഴി കെട്ടാനും ഒക്കെ പണം ചെലവഴിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ദൂർത്ത് നടത്തുന്ന മുഖ്യമന്ത്രിയാണ് അത്രേ. എന്തിന് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള മന്ത്രിമാർ, LDF-ന്റെ MLA-മാരൊക്കെ കന്നഡ വാങ്ങുന്നതും തോർത്ത് വാങ്ങുന്നതും ഒക്കെ ആയിരക്കണക്കിന് 10,000-കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പൊതുഖജനാവിൽ നിന്ന്. എന്നിട്ടാണ് അവരുടെ ഡൽഹി യാത്ര അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന്. ഇതുപോലെ കള്ളം പറയുന്നവന്മാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് ആ കള്ളം അതുകൂടി നമ്മൾ സഹിക്കണം. ഇവർ സമരം ചെയ്യാൻ പോകുന്നതിന്റെ ചെലവ് നമ്മൾ സഹിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ സമരത്തിന് പോകുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫും മറ്റ് സ്റ്റാഫുകളുടെയൊക്കെ ആ നാളത്തെ സമരത്തിന്റെയും ഇന്നത്തെ യാത്രയുടെയും സമയത്ത് ആ 2 ദിവസം അവധിയായി കണക്കാക്കി അവരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കോ? തയ്യാറാവോ ഇവര്? അങ്ങനെ അവധി എടുത്തിട്ട് ഇവർ സമരത്തിന് പോകാൻ തയ്യാറാവണം. മന്ത്രിമാരും MLA-മാരും ഒക്കെ സമരത്തിന് പോകുന്നത് അത് അവരുടെ ഇവിടുത്തെ നിയമനിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമല്ലല്ലോ. അവർ സമരത്തിന് പോകുന്നുണ്ടെങ്കിൽ അവരുടെ പണം ചെലവഴിച്ച് പോകണമെങ്കിൽ അവർ അവധി എടുത്തിട്ട് പോകണം. അല്ലാതെ ഈ സർവ്വ സന്നാഹങ്ങളും സൗകര്യങ്ങളും പറ്റിക്കൊണ്ട് പോയിട്ട് അതിനെയൊക്കെ കള്ളം പറഞ്ഞ് അതിനൊരു കവചം തീർത്താൽ അതൊന്നും അംഗീകരിക്കാൻ കേരളത്തിന്റെ പൊതുസമൂഹം തയ്യാറല്ല. ഇനി ഇതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമല്ലേ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ച നവകേരള സദസ്സിന് പോയ മന്ത്രിമാർക്ക് DA ഒക്കെ അനുവദിക്കുന്നത്? ഏത് ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 1 കോടി രൂപ 1,05,00,000 ആഡംബര ബസ്സിൽ യാത്ര ചെയ്ത മന്ത്രിമാർക്ക് DA ആയിട്ട് വീണ്ടും പണം അനുവദിക്കുന്നു. നവകേരള സദസ്സ് എന്ത് സദസ്സ്? ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ പരിപാടികൾ ഇവിടെ നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലും ഒരു തട്ടിപ്പ് പറയണമല്ലോ. ബജറ്റ് പൊളിഞ്ഞു, അതിനു മുമ്പ് ഇവർ പറഞ്ഞ മുഴുവൻ കഥകളും പൊളിഞ്ഞു. നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് വന്ന് നേർക്ക് നേരെ പ്രസംഗിച്ചിട്ട് പോയില്ലേ? അതിനെതിരെ കണക്ക് പറയാൻ ഇവർക്ക് സാധിച്ചോ? കണക്കുകൾ വെച്ച് ഫാക്ട്സും ഫിഗേഴ്സും വെച്ച് സംസാരിക്കാൻ കേരളത്തിന്റെ ധനകാര്യമന്ത്രിക്ക് സാധിച്ചോ? സാധിച്ചില്ല. ഇനി ഇവർ പറയുന്ന ലോക്സഭയിലെ കാര്യത്തെക്കുറിച്ച്, ലോക്സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിച്ചത് NK പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ UDF-ന്റെ MP, TN പ്രതാപൻ എന്ന് പറഞ്ഞ UDF-ന്റെ MP, കോൺഗ്രസിന്റെ MP, ഡീൻ കുര്യാക്കോസ് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ MP. ഇവരുടെ ഒരു കനൽത്തരി ഉണ്ടല്ലോ, ആലപ്പുഴയിൽ ആരിഫ്. അയാൾ എവിടെയായിരുന്നു? അയാൾ പാർക്കിൽ കുട്ടികളുടെ ഒപ്പം ചിൽഡ്രൻസ് പാർക്കിൽ വണ്ടി ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾക്ക് ചോദിക്കാമായിരുന്നല്ലോ അദ്ദേഹം എവിടെയായിരുന്നു? അദ്ദേഹം ഇവരുടെ കനൽത്തരിയല്ലേ? ഇവർ ഈ സമരം ചെയ്യാൻ പോകുമ്പോൾ എന്താണ് ഈ കഴിഞ്ഞ 7.5 വർഷക്കാലം ഇവർ ചെയ്തത് എന്നുകൂടി കേരളത്തോട് പറയണം. ഇവരെത്രത്തോളം ഇവരുടെ ധനകാര്യ മിസ്മാനേജ്മെന്റിന്റെ മുഴുവൻ പാപഭാരവും കേരളത്തിലെ ജനങ്ങൾ സഹിക്കുകയാണ്. 6 മാസമായി ക്ഷേമ പെൻഷൻ ഇല്ലാഞ്ഞിട്ട് 10 മാസം 11 മാസമായി കിടപ്പ് രോഗികൾക്ക് പെൻഷൻ ഇല്ലാതിരിക്കുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള പെൻഷൻ മേടിക്കുന്ന ആളുകൾ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ പെട്ടിട്ടുള്ള ആളുകൾ, കാരുണ്യ പദ്ധതിയിൽപ്പെട്ട ആളുകൾ, ചികിത്സാ നിധി കിട്ടാത്ത ആളുകൾ, ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ നേരെ നോക്കി കൊഞ്ചനം കുത്തുന്ന സമരമാണ് ഇവർ നാളെ നടത്തുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ നിങ്ങൾ സമരം നടത്താൻ പോകുമ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തിന് കിട്ടാനുള്ളത് എത്ര രൂപയാണെന്ന് കൃത്യമായിട്ട് പറയാൻ കേരളത്തിന്റെ ധനകാര്യമന്ത്രിക്ക് സാധിച്ചോ? കേരളത്തിന്റെ ധനകാര്യമന്ത്രിയുടെ മുഖത്ത് നോക്കിക്കൊണ്ടല്ലേ മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞ MLA ചോദിച്ചത് എത്ര കോടി രൂപ കിട്ടാനുണ്ടെന്ന്. നിങ്ങൾ 57,000 കോടിയുടെ കാര്യം ധനമന്ത്രി പറയുമ്പോൾ 61,000 കോടിയാണെന്ന് മറ്റ് LDF നേതാക്കന്മാർ പറയും. തോമസ് ഐസക് പറയുന്ന 5,100 കോടി രൂപയാണെന്ന്. പക്ഷേ ഫാക്ട്സും ഫിഗേഴ്സും പരിശോധിക്കുമ്പോൾ 3,618 കോടി രൂപയാണ് കിട്ടാനുള്ളത്. അതിൽ 500 കോടി രൂപ പെൻഷൻ ഫണ്ടിലേക്കുള്ള കുടിശ്ശിക കേന്ദ്ര സർക്കാർ തന്നു. ബാക്കിയുള്ള തുകകൾ കിട്ടാൻ, പിന്നെ നിങ്ങൾ പറഞ്ഞ UGC-യുടെ ഫണ്ട്, അത് കിട്ടാൻ സാധ്യതയില്ല. 2022 മുമ്പ് ആ മാനദണ്ഡങ്ങൾ മുഴുവൻ നടപ്പാക്കി അതിന്റെ റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും കൊടുത്തിരുന്നാൽ കിട്ടേണ്ടതായിരുന്നു. അത് ലാപ്സാപ്പായി. പിന്നീടുള്ള കിട്ടാനുള്ള ബാക്കി 3,118 കോടി രൂപയും കിട്ടണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടും CAG റിപ്പോർട്ടും ഒക്കെ സമർപ്പിക്കണം. അതിനെങ്ങനെയാ പെൻഷനിൽ പോലും തട്ടിപ്പ് നടത്തിയെന്ന് റിപ്പോർട്ടുകൾ വരുമ്പോൾ പിന്നെ എങ്ങനെ ഇവർക്ക് റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ പറ്റും? ഡാറ്റ കുക്കിംഗ് ആണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യാജമായിട്ടുള്ള ഡാറ്റകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിന്റെ പൊതു മനസാക്ഷിക്ക് മുമ്പിൽ ഇവരൊരു കവചം തീർത്തുകൊണ്ട് പോവുകയാണ്. കേന്ദ്രം തരാത്തത് കൊണ്ടാണ് കേരളം ഇതുപോലെ തകരുന്നതെന്നും, കേന്ദ്രം തരാത്തത് കൊണ്ട് മാത്രമല്ല, 10ൽ 1 കാര്യം മാത്രമാണ്, ബാക്കി 9 കാര്യവും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥത മാത്രമാണ്. അതിന്റെ ഉത്തരവാദിത്തം, അതിന്റെ ഉത്തരം പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഡൽഹിക്ക് വണ്ടി കയറാൻ പോകാനായിരുന്നത്. ഡോക്ടർ ജിൻ്റെ ഒരു കാര്യം കൂടി, ഇതിപ്പോൾ പറയുന്നത് ഈ ഇടതുമുന്നണിയുടെ താല്പര്യമല്ല, സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റാണ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ് അതൊരു പൊതുകാര്യമാണ്. അതിൽ നിന്ന് UDF വിട്ടുനിൽക്കുന്നു, പ്രതിപക്ഷം ഈ സമരവുമായിട്ട് സഹകരിക്കുന്നില്ല. അതൊരു പൊളിറ്റിക്കൽ വെപ്പണാക്കാൻ, രാഷ്ട്രീയ ആയുധമാക്കാൻ ഇവർ ശ്രമിക്കില്ലേ?
അല്ല, അവരെന്താ ശ്രമിക്കാത്ത അനിൽ നമ്പ്യാർ? അവരെന്തും ശ്രമിക്കും, എന്ത് കള്ളവും പറയും. ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മൾ കണ്ടില്ലേ, കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ചോര മണക്കുന്ന മണ്ണിലൂടെയല്ലേ ഇവർ വീണ്ടും ഈ ബജറ്റിനെ സ്വാഗതം ചെയ്തു കൊണ്ടുപോയത്. ഡിവൈഎഫ്ഐയുടെ ആർജവമുള്ള ഒരു കുട്ടി പോലും ആ സംഘടനയിൽ ഇല്ലാതെ പോയില്ലേ. SFIക്കാർ പറഞ്ഞ ആശങ്ക അറിയിക്കുന്നു. എന്ത് ആശങ്ക ഇവർ അറിയിക്കാൻ പോകുന്നത്? ധനമന്ത്രിയുടെ വണ്ടി കത്തിക്കോ, ധനമന്ത്രിയുടെ കർണക്കുറ്റിക്കടിക്കോ, TP ശ്രീനിവാസനെ ചെയ്തതുപോലെ? ഇവർക്ക് എന്ത് ആശങ്ക? ഇവർ കേരളത്തിന്റെ മനസ്സാക്ഷിക്ക് മുമ്പിൽ കള്ളം മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ കാലം അത്രയും പ്രവർത്തിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്രത്തോളം തകർത്ത ആളുകൾ, 3 പതിറ്റാണ്ട് പുറകോട്ടടിച്ച ആളുകൾ ആ സമരത്തിന്റെ ഉത്തരവാദിത്തം പറയാതെ ഇവിടെ ആഗോള കുത്തകളെ സ്വാഗതം ചെയ്യും, ചൈനീസ് മാതൃക സ്വീകരിക്കും. ചൈനീസ് മാതൃക എന്താണെന്ന് ഇവർക്കറിയാമോ? ഉദാരവൽക്കരണം. അത് ഇവർക്ക് അറിയാൻ പാടില്ല. ഇവർ ഉദാരവൽക്കരണത്തിനെതിരാണ്. ചൈനീസ് മാതൃക സ്വീകരിക്കും, ലൈസൻസിങ് ഫ്രീ ആക്കി കൊടുക്കും, ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കും, സബ്സിഡൈസ് ചെയ്ത് ഭൂമി കൊടുക്കും. ഇത് എന്താണെന്ന് ഇവർ പറയണ്ടേ? ഇതാണ് ഉദാരവൽക്കരണം. ഇത് നമ്മൾ നടപ്പാക്കുമ്പോൾ ഇവരെ എതിർക്കും. ഇവർ ആളുകളെ കരിയോയിൽ ഒഴിക്കും, ആളുകളെ തല്ലും, ആക്രമിക്കും, ബസ്സുകൾ കത്തിക്കും, എന്ത് തോന്നിവാസം ചെയ്യും. പിന്നീട് ഇവർ പട്ടിണി കിടക്കുന്ന ഗതികേടിലേക്ക് എത്തുമ്പോൾ ഇവരത് നടപ്പാക്കും. എന്നിട്ട് ഇവർ ഈ കള്ളങ്ങളൊക്കെ പറയും. ഞാൻ ഒറ്റ കാര്യം ഇതിനോട് സൂചിപ്പിക്കട്ടെ. ഇവർ GST കോമ്പൻസേഷനെ കുറിച്ച് പറയുന്നു. GST കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ച് 14% മേലെ കളക്ഷനുള്ള സ്റ്റേറ്റിന് അർഹതപ്പെട്ടതല്ല. ഒന്നാമത്തെ കാര്യം. ഇവർ തന്നെ പറയുന്നു 20% മേലെയാണ് GST കളക്ഷൻ എന്ന്. അങ്ങനെയാണെങ്കിൽ ആദ്യമേ തന്നെ അത് അർഹതയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, GST കോമ്പൻസേഷൻ 5 വർഷത്തേക്കാണെന്ന് ആദ്യത്തെ കൗൺസിൽ തന്നെ തീരുമാനം ഐക്യകണ്ഠേന കേരളത്തിന്റെ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് അത് തീരുമാനിച്ചതല്ലേ. അത് പിന്നീട് ഇവർ തിരുത്തുന്നത് ഇവർ പറയുന്നത് ഞങ്ങൾ ആവശ്യപ്പെടാം. കേരളത്തിനോ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്ക് ആവശ്യപ്പെടാം. സംസ്ഥാനങ്ങളുടെ ആവശ്യവും ആഗ്രഹവും നമുക്ക് കിട്ടാനുള്ളതാണ് എന്നുള്ള നിയമപരമായിട്ടുള്ള ബാധ്യതയിൽ ഇവർ കൊണ്ടുകയറ്റുക. അത് കള്ളമാണ്. ഇനി രണ്ടാമത്തെ ഇവർ പറഞ്ഞ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 5 വർഷത്തേക്ക് കിട്ടാനുള്ളത് അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം വാങ്ങി പുട്ടടിച്ച് പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് പിൻവാതിൽ നിയമനവും നടത്തി, ഈ സമ്പത്തിനെ പോലെ KV തോമസിനെ പോലുള്ള ആളുകളെയൊക്കെ പാർട്ടി നിയമനം നടത്തി, കുടുംബശ്രീ ക്യാൻറ്റീൻ മുതൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ തസ്തികയിൽ വരെ ഇതുപോലെ നിയമനങ്ങൾ നടത്തി കൊള്ളയടിച്ചിട്ട് ഇനിയും ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ 29% താഴെ നിന്ന GSDP ഡെറ്റ് റേഷ്യോ കേരളത്തിന്റെ, അത് 2016 ശേഷം ഇപ്പോൾ 39% എത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഇവർ പറയണ്ടേ? ഇവർ എന്ത് പ്രവർത്തനം ഇവിടെ നടത്തിയേ? ഇവിടെ തൊഴിൽ നിയമിച്ചോ? കുട്ടികൾക്ക് തൊഴിൽ കൊടുത്തോ? ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയോ? വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയോ? മൾട്ടി പ്രോജക്റ്റുകൾ വല്ലതും നടപ്പാക്കിയോ? ഇല്ലല്ലോ. ഇവർ ഇപ്പോഴും പറയുന്ന UDF ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പാക്കിയ പദ്ധതികൾ അതിന്റെ പുറകെ ഞങ്ങൾ വന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി നോക്കുന്നു എന്നൊക്കെയാണ്. ഇവർക്ക് ഒരു പ്രോജക്റ്റ് ഇല്ല, ഇവർക്ക് ഒരു വിഷൻ ഇല്ല, ഇവർക്ക് ഒരു പോളിസി ഇല്ല, ഇവർക്ക് ഒറ്റ നയമേ ഉള്ളൂ. അത് നയമില്ല എന്നുള്ള നയമാണ്. കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു സർക്കാർ, ആ സർക്കാരിന് ഒത്താശ പാടുന്ന കുറെ സൈബർ സഖാക്കളും അതേ നിലവാരത്തിലുള്ള പാർട്ടി നേതാക്കന്മാരും എന്നിട്ട് ഡൽഹിക്ക് വണ്ടി കയറിയിരിക്കുന്നു. തണുപ്പല്ലേ, 2 ദിവസം കേരളത്തിന്റെ ചൂടിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പോയതായിരിക്കും. അതിനപ്പുറത്ത് ഇതിനെ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. UDFന് ഇവരുടെ സമരത്തോടൊപ്പം ചേർന്നില്ലെന്ന്. ഞങ്ങൾ ഇവരുടെ സമരത്തോടൊപ്പം ഇല്ല. ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞല്ലോ, നവകേരള സദസ്സ് വലിയൊരു കൊള്ളയല്ലേ, അതുപോലെ കേരളീയം മറ്റൊരു കൊള്ളയല്ലേ. 27 കോടി രൂപ അനുവദിച്ചു, അത് കഴിഞ്ഞ് 10 കോടി രൂപ വീണ്ടും അനുവദിച്ചു. എന്താണ് ഇതിന് ചെലവ്? എവിടെ നിന്ന് പണം കിട്ടി എന്ന് ഇവർ പറയണ്ടേ? ഇവര് നവകേരള സദസ്സിന് എത്ര രൂപ കളക്ട് ചെയ്തു, എങ്ങനെ ചെലവഴിച്ചു ഇവർ പറയണ്ടേ? കേരളത്തിന്റെ സർക്കാരിന്റെ പരിപാടിയാണെങ്കിൽ അതിന് ഓഡിറ്റിംഗ് വേണ്ടേ? ഇവർ ഇതൊന്നും പറയുന്നില്ല. കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ പദ്ധതികൾ നടപ്പാക്കുന്നു, അത് കഴിഞ്ഞ് സമരം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവരുടെ സമരത്തിനൊപ്പം ഞങ്ങളില്ല. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് നരേന്ദ്രമോദിയോടും കേന്ദ്ര സർക്കാരോടുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കനൽത്തരി എവിടെ, നിങ്ങളുടെ ആലപ്പുഴയിലെ ആരിഫ് എവിടെ, അവരെന്താ ചോദിക്കാതിരുന്നത്? അവരെ കൊണ്ട് പറയിപ്പിക്കണ്ടേ? ഓക്കെ, എന്തായാലും കടമെടുക്കുന്ന കോടികൾ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണോ ചെലവഴിക്കുന്നത്, അതോ ദൈനംദിന പ്രവർത്തനങ്ങൾ നേരിടാൻ മാത്രം അത് ഒതുങ്ങിപ്പോവുകയാണോ? അതും പരിശോധിക്കേണ്ടതുണ്ട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. സന്ദീപ് വാര്യ, ഇവിടെ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത് 57,000 കോടി രൂപ കേന്ദ്രം തരാനുണ്ട്, പിടിച്ചു വെച്ചത് അത് വിട്ടുതരാനുള്ളത് 57,000 കോടിയാണെന്ന്. ഈ സമരത്തിന് മുന്നോടിയായ ഒരു ലീഫ്ലെറ്റ് ഇവർ ഇറക്കിയിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് 61,624 കോടി. അതിൽ UGC ശമ്പള പരിഷ്കരണം, ആരോഗ്യ ഗ്രാൻഡ്, സാമൂഹ്യ പെൻഷൻ കുടിശ്ശിക, സിറ്റി ഗ്രാൻഡ്, നെല്ല് സംഭരണം, മൂലധന നിക്ഷേപം, പ്രത്യേക ഗ്രാൻഡ്, ആകെ കേന്ദ്രം നൽകാനുള്ളത്. ഈ ഗണത്തിൽപ്പെടുത്തി ഒരു ലീഫ്ലെറ്റ് ഇവർ പുറത്തിറക്കിയിട്ടുണ്ട്. മാത്രമല്ല, കടം കേരളത്തിന് മാത്രമോ? ഇവർ കേന്ദ്രത്തിൻ്റെ പൊതുകടം 156 ലക്ഷം കോടിയാണെന്ന് പറയുന്നു.
കേരളത്തിൻ്റെ പൊതുകടം 3 ലക്ഷം കോടി, ഗുജറാത്തിൻ്റെ പൊതുകടം 10 ലക്ഷം കോടി, കർണാടകത്തിൻ്റെ പൊതുകടം 9 ലക്ഷം കോടി. ഈ വസ്തുതകളൊക്കെ മറച്ചു വെക്കുന്നു എന്ന ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കടമെടുപ്പ് പരിധി അത് നീട്ടണം എന്നതാണല്ലോ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. കടമെടുക്കുന്ന കോടികൾ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണോ ചെലവഴിക്കുന്നത്, അതോ നേരത്തെ ഡോക്ടർ ജിൻഡോ ചൂണ്ടിക്കാണിച്ചതുപോലെ ക്ലിഫ് ഹൗസിൽ ഇങ്ങനെ കാലിത്തൊഴുത്തും അതുപോലെ ലിഫ്റ്റും ഒക്കെ ഉണ്ടാക്കാനും അതുപോലെ ഈ നവകേരള സദസ്സിനായിട്ടുള്ള സവാരി നടത്താനുമൊക്കെയാണോ ചെലവഴിക്കുന്നത് എന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യത ഈ സർക്കാരിനില്ലേ? അത്തരം ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ലേ? ശ്രീ അനിൽ, കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അത് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം തുടങ്ങിയതുമല്ല. 1970-കളിൽ സി അച്യുതമേനോൻ സർക്കാരിൻ്റെ കാലം തൊട്ട് സംസ്ഥാനം അതിഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പല കാലഘട്ടങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്, പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അത് നേരത്തെ AK ആന്റണി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ചില കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ തുടങ്ങി, ചെലവ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ചില പരിശ്രമങ്ങൾ ശ്രമിച്ച സമയത്ത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ള വലിയ രോഷത്തിന് അന്നത്തെ സർക്കാർ പാത്രമാവുകയുണ്ടായി. നേരത്തെ EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ആ ഭരണത്തിൻ്റെ അവസാന സമയത്ത് ട്രഷറി അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നിരന്തരമായി കടന്നു പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കേരളം ഭരിച്ചിട്ടുള്ള 2 മുന്നണികളും കൈക്കൊണ്ടിട്ടുള്ള നയങ്ങളും അവരുടെ നയരാഹിത്യവും കൊണ്ടാണ്. കേരളത്തെ ഒരു വ്യാവസായിക സംസ്ഥാനമാക്കി പരിവർത്തിപ്പിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടതുകൊണ്ട് കേരളത്തിൽ കൂടുതൽ വ്യവസായങ്ങൾ വരാതിരിക്കുകയും ഉള്ള വ്യവസായങ്ങൾ കേരളം വിട്ടുപോവുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ വരാതിരിക്കുകയും തന്മൂലം കേരളത്തിൻ്റെ നികുതി വരുമാനത്തിൽ വർധനവുണ്ടാവാതിരിക്കുകയും കേരളം ഏകദേശം പൂർണ്ണമായും പ്രവാസികൾ അയക്കുന്ന പണത്തെയും അതോടൊപ്പം തന്നെ ലോട്ടറിയെയും മദ്യത്തെയും ഒക്കെ ആശ്രയിക്കേണ്ട ഗതികേട്ടിലേക്ക് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വഴിമാറിയതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് പറയുന്നത്. ഒപ്പം ഈ ഒട്ടും പ്രായോഗികമല്ലാത്ത ഇടതുപക്ഷ വാചക കസർത്തുകൾ, വാചോടോപങ്ങൾക്കപ്പുറം പ്രായോഗികമായി കേരളത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രവർത്തനം ഇവർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഇടതു മുന്നണിയാണെങ്കിലും വലതു മുന്നണിയാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വാസ്തവത്തിൽ CPM-നെ പോലെ തന്നെ ഇടതുമുന്നണിയേക്കാൾ കൂടുതൽ കേരളത്തിൽ ഇടതുപക്ഷ നയങ്ങൾ സർക്കാരിൽ വരുന്ന സമയത്ത് നടപ്പാക്കുന്നവരാണ് കോൺഗ്രസും. അതുകൊണ്ട് 2 കൂട്ടർക്കും ഇക്കാര്യത്തിൽ കേരളത്തിന്റെ ഇന്നത്തെ ദുരവസ്ഥയിൽ പങ്കുണ്ട്. ഒപ്പം കേരളത്തിന്റെ കഴിഞ്ഞ 7 വർഷക്കാലമായി ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ള പങ്കുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ധൂർത്തും ധാരാളിത്തവും നിറഞ്ഞ ഒരു സർക്കാർ, കേരളത്തിൽ പുതുതായി വ്യവസായങ്ങൾ കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ട ഒരു സർക്കാർ, കേരളത്തിൻ്റെ വ്യാവസായിക രംഗത്ത് സാമ്പത്തിക രംഗത്ത് പുതിയതായി സ്ട്രക്ചറൽ ചേഞ്ചസ് ഒന്നും കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടായിട്ടുള്ളത്. 1. 2, ഇവിടെ കേന്ദ്രം തരാനുണ്ട് എന്ന് പറയുന്ന തുക ഓരോ സമയത്തും ഇവർ ഓരോ തുക പറയുകയാണ്. ഇവിടെ 53,000 കോടി കൊടുക്കാനുണ്ട് എന്ന് ചർവണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ വക്താക്കളും അതല്ലെങ്കിൽ ഇടത് സാമ്പത്തിക വിദഗ്ധർ എന്ന് അവകാശപ്പെടുന്നവരും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമപ്രവർത്തകരും ഒക്കെ ഇത് 53,000 കോടി എന്നാണ് കഴിഞ്ഞ കുറേ മാസക്കാലമായി പറഞ്ഞിരുന്നതെങ്കിൽ ശ്രീ KN ബാലഗോപാൽ കേരളത്തിന്റെ ധനകാര്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ അത് ഏകദേശം 5,000 കോടി രൂപയോളമായി ചുരുങ്ങുകയുണ്ടായി. അപ്പോൾ 53,000 കോടി എവിടെ, 5,000 കോടി എവിടെ? അതിനപ്പുറം കേരളം തന്നെ ഇപ്പോൾ 2 തരത്തിലുള്ള സമരമുഖങ്ങളാണല്ലോ തുറന്നിട്ടുള്ളത്. 1, നിയമപരമായിട്ടുള്ള മാർഗം തേടുന്നു. 2, കേരളം കേന്ദ്രത്തിനെതിരായിട്ടൊരു സമരം ജന്തർ മന്ദറിൽ നടത്തുന്നു. നോക്കൂ, ഈ കേന്ദ്രത്തിനെതിരായി ഇവർ കൊടുത്തിട്ടുള്ള സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള ഹർജി, അതിന്റെ താൽക്കാലികമായിട്ടുള്ള ഒരു വിധി വേണം, ഒരു ഇന്ററിം ഓർഡർ വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ 11-ാം തീയതി കോടതി അത് കേൾക്കാനിരിക്കെ കോടതിയിൽ വിശ്വാസമില്ലാതെ, സുപ്രീം കോടതിയിൽ വിശ്വാസമില്ലാതെ 8-ാം തീയതി സമരമുഖത്തേക്ക് പോകേണ്ട സാഹചര്യം എന്താണുള്ളത്? അതൊന്നാമത് മനസ്സിലാവുന്നില്ല. രണ്ടാമതായി ഇവർ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള കാര്യം എന്താ? ഇവർ ഈ പറയുന്ന 53,000 കോടിയും ഇപ്പൊ ശ്രീ അനിൽ സൂചിപ്പിക്കുന്നത് പോലെ അത് 61,000 കോടി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുള്ളതും സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള കണക്കിൽ പറയുന്നില്ലല്ലോ. സുപ്രീം കോടതിയിൽ പോയിട്ട് കേരളം പറഞ്ഞിട്ടുള്ള എന്താ? ഞങ്ങളുടെ കടമെടുപ്പ് പരിധി അത് സംസ്ഥാനത്തിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായതുകൊണ്ട് ഞങ്ങളെ കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണം, 23,000 കോടി കടമെടുക്കാൻ അനുവദിക്കണം എന്നുള്ളതിലപ്പുറം ഒരു പ്രയറും സുപ്രീം കോടതി ഇവർ പോയി പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയിൽ പോയി കേരളം
ഞങ്ങളെ ഇതാ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കിക്കൊല്ലുന്നേ എന്നൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. കാരണം ഉന്നയിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഉന്നയിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ വാദങ്ങൾ മുഴുവൻ, ഈ പിണറായി വിജയൻ സർക്കാരിന്റെ വാദങ്ങൾ മുഴുവൻ പൊളിഞ്ഞടങ്ങും, നിയമപരമായി പൊളിഞ്ഞടങ്ങും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു വാദം സുപ്രീം കോടതിയിൽ ഉന്നയിക്കാതെ ജന്തർ മന്ദറിൽ പോയി ഉന്നയിക്കുന്നത്. നിങ്ങൾക്ക് അത്തരം ഒരു വാദം ഉണ്ടെങ്കിൽ നിങ്ങളത് സുപ്രീം കോടതിയിലല്ലേ വാദിക്കേണ്ടത്? ജന്തർ മന്ദറിൽ നിന്ന് വാദിച്ചോണ്ടായോ? നിങ്ങളുടെ LDF-നുള്ളിൽ CPM-നുള്ളിൽ കുറെ വ്യാജ വക്കീലന്മാരുണ്ടല്ലോ. ഈ തിരുവനന്തപുരത്തെ മറ്റേ പെട്ടിക്കട LLB എടുത്ത കുറെ ആളുകളുണ്ടല്ലോ. അവരെയൊക്കെ വിട്ടുകൊണ്ട് ഈ ജന്തർ മന്ദറിൽ നിന്ന് പോകുന്നുണ്ടാണോ അത് വാദിക്കേണ്ടത്? PCR പറഞ്ഞ ശബ്ദം ഒന്ന് കുറയ്ക്കാൻ പറയണം. നിങ്ങൾ LDF-ന്റെ ആളുകൾക്ക് കേസ് വാദിക്കേണ്ടത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയിൽ വാദിക്കാൻ നിൽക്കാതെ ജനറൽ മന്ത്രിൽ നിന്ന് കേസ് വാദിച്ചത് കൊണ്ട് ഇതിൽ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാകാൻ പോകുന്നുണ്ടോ? അപ്പൊ അത്തരത്തിൽ ഇവരുടെ ഭാഗത്ത് ഒരു ന്യായവുമില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് സമര നാടകത്തിലേക്ക് ഇവർ കടന്നിരിക്കുന്നത്. സ്വന്തം സർക്കാരിന്റെ അനിൽ, ഈ ശബ്ദം ഒന്ന് ക്ലിയർ ചെയ്യാൻ പറയണം. എന്റെ ശബ്ദം എനിക്ക് തന്നെ പ്രതിഫലിക്കുകയാണ്. ഒന്നത് റെക്ടിഫൈ ചെയ്യാമോ? നോക്കൂ, സർക്കാർ ഈ ഇടത് സർക്കാരിന്റെ ഓക്കെയാണോ സന്ദീപ്? ഇടത് സർക്കാരിന്റെ അവരുടെ പ്രവർത്തനത്തിൽ സംഭവിച്ച വീഴ്ചകൾ, അവർക്ക് ഈ സാമ്പത്തിക രംഗം നവീകരിക്കാൻ സാധിക്കാതെ പോയതിന്റെ ഉത്തരവാദിത്തം കേന്ദ്രത്തിന്റെ തലയിലിട്ട് അവരുടെ പരാജയത്തിൽ നിന്ന് അവർ കൈകഴുകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതൊക്കെ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാകും, പഴയതുപോലെയല്ല. ഇപ്പൊ ഇവിടെ ശ്രീ കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം വാദിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും കേരളത്തിന്റെ സർക്കാരും ഉന്നയിക്കുന്ന വാദങ്ങളൊക്കെ തെറ്റാണെന്ന് കേരളത്തിന്റെ തന്നെ യുവ കോൺഗ്രസ്സുകാരും നിയമസഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ വാദിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇവരുടെ ഇതേ വാദമാണ് കർണാടകയിലെ കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്നത്. നോക്കൂ, എന്ത് അപകടകരമായിട്ടുള്ള ഒരു നറേറ്റീവാണ്, ഒരു ആഖ്യാനമാണ് ഈ ഇന്ത്യ സഖ്യത്തിന്റെ ആളുകൾ, കോൺഗ്രസ്സുകാരും CPM-കാരും ചേർന്ന് ഈ രാജ്യത്ത് ഇപ്പൊ വരച്ചു വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ കർണാടകയിലെ MP DK ശിവകുമാറിന്റെ സഹോദരൻ DK സുരേഷ് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത്. അതിനോട് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയുടെ അഭിപ്രായം ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കേണ്ടി വരും, ആ രീതിയിലേക്കുള്ള ശ്രമവുമായി മുന്നോട്ട് പോകേണ്ടി വരുമെന്നാണ് DK സുരേഷ് പറഞ്ഞത്. ഒരു വശത്ത് രാഹുൽ ഗാന്ധി രാജ്യത്തെ ഒരുമിപ്പിക്കാൻ എന്ന് പറഞ്ഞ് ഭാരത് ജോഡോ യാത്ര നടത്തുമ്പോൾ ഭാരതത്തെ വിഘടിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രസ്താവനകളുമായി കോൺഗ്രസിന്റെ തന്നെ നേതാക്കൾ വരുന്നു. ഇന്ന് ജന്തർ മന്ദറിൽ ആരാ സമരം നടത്തിയത്? കോൺഗ്രസ്സുകാരല്ലേ, കർണാടകയിലെ കോൺഗ്രസ്സുകാരല്ലേ. ഇന്ന് പ്രധാനമന്ത്രി രാജ്യസഭയ്ക്കകത്ത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം പോലെയാണ്. നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ കാൽപാദത്തിൽ ഒരു മുള്ളു കൊണ്ടാൽ വേദന കൊണ്ട് കണ്ണീര് വരുന്നത് കണ്ണിലൂടെയാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വികസനം എത്തിയില്ലെങ്കിൽ അതിന്റെ മുഴുവൻ ദുരന്തവും വേദനയും അനുഭവിക്കേണ്ടത് നമ്മുടെ രാജ്യം മുഴുവനാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രമായി അവികസിതമായി നമുക്ക് തള്ളാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ്. അത് എല്ലാ സംസ്ഥാനങ്ങളും വിഘടിച്ചു നിൽക്കേണ്ടതല്ല. അതുകൊണ്ട് എന്റെ ടാക്സ് എന്റെ നികുതി എന്ന് പറയുന്നത് വിഘടനവാദപരമാണ്. അങ്ങനെയുള്ള ആർഗ്യുമെന്റ് ഉന്നയിക്കാൻ പാടില്ല. ഇവിടെ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ച സമയത്ത് ഈ തരത്തിലാണോ നികുതി വരുമാനത്തിലെ വിഹിതം കൊടുത്തിട്ടുള്ളത്? അവനവൻ പിരിക്കുന്ന നികുതിക്ക് അനുസരിച്ച് ആ പണം മുഴുവൻ സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചയക്കുകയാണോ കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്? അല്ലല്ലോ. അങ്ങനെയായിരുന്നു കോൺഗ്രസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവർക്ക് ഈ പറയുന്നതിൽ ന്യായമുണ്ട്. അങ്ങനെയല്ല ചെയ്തിരുന്നത്. നമ്മുടെ ധനകാര്യ കമ്മീഷനുകൾ എല്ലാ കാലഘട്ടത്തിലും മാനദണ്ഡം അനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വരുമാനത്തിലെ വിഹിതം നിശ്ചയിച്ചിട്ടുണ്ട്. കേന്ദ്ര വിഹിതം നിശ്ചയിച്ചിട്ടുണ്ട്. നിയമപരമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളും വിഹിതം കിട്ടുന്നത്. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. കേരളവും കർണാടകവും കൊടുക്കുന്ന നികുതിക്കനുസരിച്ച് ഞങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നില്ലേ എന്ന് പറയുന്നവര്, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടാത്തത് ആർക്കാ? ഏറ്റവും കൂടുതൽ കിട്ടാത്തത് ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കാണ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ നികുതിദായകരായിട്ടുള്ള സംസ്ഥാനങ്ങൾ അത് ഗുജറാത്തും മഹാരാഷ്ട്രയുമാണ്. ആ രണ്ട് സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് BJP ആണ്. ആ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഈ പരാതിയില്ലല്ലോ. ഗുജറാത്ത് കൊടുക്കുന്ന നികുതി എന്ന് പറയുന്നത് കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വലുതാണ്. എന്നിട്ട് പോലും ഗുജറാത്തിന് ആ കൊടുക്കുന്ന പണത്തിൽ എത്രയോ കുറവാണ് ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാൻ കാരണം? നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളും കാലങ്ങളായി പല ചരിത്രപരമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങളാൽ അവികസിതമായി തുടരുന്നുണ്ട്. അത്തരം സംസ്ഥാനങ്ങളെ കൂടി നമ്മുടെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരേണ്ടത് ആരുടെ ചുമതലയാ?
ഈ പറയുന്നതിന് എന്ത് ലോജിക്കുള്ളത്? ഒരു ഒറ്റ ഉദാഹരണം പറയാം. ഈ ജനസംഖ്യാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൊടുക്കുന്ന നികുതിയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം തിരിച്ച് ആ സ്ഥലങ്ങളെ സഹായിക്കേണ്ടത് എന്നതാണ് ഇവരുടെ ആർഗ്യുമെന്റ് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 65,000 പേര് മാത്രം വസിക്കുന്ന ലക്ഷദ്വീപിൽ എങ്ങനെയാണ് നമുക്ക് ഇന്റർനെറ്റ് എത്തിക്കാൻ കഴിയുക? 1,500 കോടി രൂപ ചെലവാക്കിയാണ് സമുദ്രാന്തർ കേബിൾ ഇട്ട് ഇപ്പൊ ലക്ഷദ്വീപിലേക്ക് നരേന്ദ്രമോദി ഇന്റർനെറ്റ് എത്തിച്ചത്, അതിവേഗ ഇന്റർനെറ്റ് എത്തിച്ചത്. എന്താ ആ ലക്ഷദ്വീപിലെ 65,000 ജനങ്ങൾക്ക് രാജ്യത്തിന്റെ മുഖ്യധാരയിലെ എല്ലാ സൗകര്യങ്ങളും ആസ്വദിക്കാൻ, അവർക്ക് ആ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ അർഹതയില്ല എന്നാണോ കോൺഗ്രസുകാരും CPM-കാരും പറയുന്നത്? എന്ത് വിഘടനവാദപരമായിട്ടുള്ള നിലപാടാണിത്? ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്നത് ആരാ? നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും നികുതി കൊടുക്കുന്ന ജില്ല എന്ന് പറയുന്നത്, നമ്മുടെ സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് കിട്ടുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. ആ എറണാകുളം, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ വയനാട് ജില്ലയിൽ നിന്ന്, അതല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന്, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് ലഭിക്കുന്ന നികുതി വരുമാനത്തിന്റെ ആ തോതിൽ മാത്രമാണോ ആ സ്ഥലങ്ങളിലെ പിന്നോക്ക പ്രദേശങ്ങളിലേക്ക് വികസനം എത്തേണ്ടത്? അട്ടപ്പാടി പോലൊരു പ്രദേശമുണ്ട് കേരളത്തിൽ. ആ അട്ടപ്പാടി എന്ന് പറയുന്ന മണ്ണാർക്കാട് താലൂക്കിൽ നിന്ന് ലഭിക്കുന്ന നികുതി മാത്രം അവിടെ തിരിച്ചു കൊടുത്താൽ മതി എന്നാണോ CPM-മാര് പറയുന്നത്? എന്നാണോ കോൺഗ്രസ്സുകാർ പറയുന്നത്? അങ്ങനെ സാധിക്കോ? നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്, രാജ്യത്തിലെ എല്ലാ ജനങ്ങളും സാമ്പത്തികമായും എല്ലാം ശക്തിപ്പെട്ടാൽ മാത്രമേ, ഒരേപോലെ ശക്തിപ്പെട്ടാൽ മാത്രമല്ലേ രാജ്യം പുരോഗമിക്കുകയുള്ളൂ. ഇത് നമ്മുടെ രാജ്യമാണ്. നിങ്ങൾ സംസ്ഥാനത്ത് നിന്ന് പിരിക്കുന്ന നിധി മുഴുവൻ സംസ്ഥാനത്ത് തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നതിലെ ലോജിക്ക് എന്താണുള്ളത്? ഓരോ സംസ്ഥാനത്തെയും നിരവധി പാരാമീറ്ററുകൾ എല്ലാം പരിശോധിച്ച്, വികസനത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സ് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ധനകാര്യ കമ്മീഷനുകൾ എല്ലാവരുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. ഇപ്പൊ ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള ഒരു മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്നതിൽ കോൺഗ്രസും ഉണ്ട് എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത്. നിങ്ങൾ രാജ്യം 60 വർഷം ഭരിച്ച ആളുകളല്ലേ? നിങ്ങൾ ഈ രാജ്യത്തെ വിഘടിപ്പിക്കുമെന്ന് പരസ്യമായിട്ടല്ലേ പറഞ്ഞത്? നിങ്ങളുടെ നേതാവ് പറഞ്ഞത് ആരാ പറഞ്ഞത്? DK ശിവകുമാറിന്റെ സ്വന്തം സഹോദരനല്ലേ പറഞ്ഞത്? കോൺഗ്രസ് ഈ നിമിഷം വരെ DK ശിവകുമാറിന്റെ സഹോദരനെതിരെ DK സുരേഷിനെ പുറത്താക്കാൻ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ എന്റെ നിങ്ങൾക്ക് സാധിക്കാതെ പോയത്? നിങ്ങളുടെ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഏതാ? DMK ആണ്. ആ DMK-യുടെ MP രാജ്യസഭയ്ക്കകത്തും ലോക്സഭയ്ക്കകത്തും 2 MP-മാരും എന്താ പറഞ്ഞത്? വിഘടനവാദപരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അടിസ്ഥാനത്തിൽ അതേ ചുവട് പിടിച്ചാവും ഒരു പക്ഷേ പ്ലാൻ ബിയെ കുറിച്ച് ഇവർ പറയുന്നത്. അതും ഗൗരവത്തിലെടുക്കേണ്ടതാണ്. അല്ല, തീർച്ചയായിട്ടും നോക്കൂ, ഒരു ബജറ്റ് എന്ന് പറയുന്നത്, ബജറ്റ് രേഖ എന്ന് പറയുന്നത് ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള രേഖയാണെന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചു പോരുന്നത്. അതിനൊരു സാങ്ക്ടിറ്റി ഉണ്ട്, ഒരു പവിത്രത കൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ പറയുകയാണ്, ഞങ്ങൾ ഈ പ്രതീക്ഷിക്കുന്ന വരുമാനം ഒന്നും കേന്ദ്രം തന്നില്ലെങ്കിൽ നമ്മൾ ചില വേറെ വഴി നോക്കും, ഒരു പ്ലാൻ ബി ഉണ്ടെന്ന്. എന്താണ് ആ പ്ലാൻ ബി? അത് ബജറ്റിൽ പറയണ്ടേ? അത് ജനങ്ങളോട് പറയേണ്ടതല്ലേ? ജനങ്ങളോട് പറയേണ്ട ബാധ്യത സംസ്ഥാന ധനകാര്യമന്ത്രിക്കില്ലേ? എന്താണ് ആ പ്ലാൻ ബി? നിങ്ങൾ വിഘടനവാദപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് ഈ രാജ്യത്തിന് അടർത്തി മാറി നിങ്ങൾ മറ്റൊരു രാജ്യം രൂപീകരിക്കും എന്നുള്ളതാണോ? അങ്ങനെ കഴിയുമോ നമുക്ക്? മന്ത്രി തന്നെ ബജറ്റിൽ പറഞ്ഞല്ലോ, ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് ബജറ്റിൽ പറഞ്ഞ മന്ത്രി തന്നെ വിഘടനവാദപരമായ നിലപാട് കൂടി സ്വീകരിക്കുകയാണോ? ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഈ രാജ്യത്തെ തകർക്കുന്ന നിലപാടുകളാണ്. കോൺഗ്രസ് പോലെ പാർട്ടി അത് സ്വീകരിക്കുന്നത് ശരിയാണോ? കോൺഗ്രസിന്റെ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കൾ, ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തടക്കമുള്ളവർ ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയണം. ഇങ്ങനെയാണോ കോൺഗ്രസ് നേതാക്കന്മാരെ നിലപാട് സ്വീകരിക്കേണ്ടത്? നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ? ഇതാണ് ഇന്ന് പ്രധാനമന്ത്രി നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചത്. ഇവിടെ ഇന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ കേരളത്തിനോട് ഒരു 10 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പിണറായി വിജയനോട് ചോദിച്ചിട്ടുണ്ട്. അതിന് മറുപടി പറയാനുള്ള ആർജവം, സത്യസന്ധത കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടോ? കേരളത്തിന്റെ ഭരണകൂടത്തിനുണ്ടോ? എണ്ണി ചോദിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ, നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിലെ നിങ്ങൾ ഉന്നയിക്കുന്നത് സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ ശ്രീ വി മുരളീധരൻ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറാകണം. അതിന് മറുപടി നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കേരളം ഫിനാൻഷ്യലി സ്ട്രെസ് ആയിട്ടുള്ള സംസ്ഥാനമാണെന്ന് 15ാം ധനകാര്യ കമ്മീഷന്റെ രേഖ പറയുന്നുണ്ടോ എന്ന ചോദ്യം, അത് ശ്രീ വി മുരളീധരൻ ഉന്നയിക്കുന്ന സമയത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ആ രേഖയിലുണ്ട്, ധനകാര്യ കമ്മീഷന്റെ രേഖയിലുണ്ട്.
LDF-ഉം UDF-ഉം ചേർന്ന് പുറത്തിറങ്ങിയിട്ടുള്ള 3 ധവളപത്രങ്ങളിൽ കേരളം നേരിടുന്ന അതിഗുരുതരമായ സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അതിൽ എവിടെയെങ്കിലും കേന്ദ്ര അവഗണന എന്നൊരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടോ ധവളപത്രം പുറത്തിറങ്ങിയപ്പോൾ? അപ്പൊ എവിടുന്നാണ് നിങ്ങൾക്ക് പുതിയൊരു വാക്ക് കണ്ടെത്തിയത്? ഇനി നിങ്ങൾ പറയുന്നു ഇത്തവണ ബജറ്റിൽ നിങ്ങൾ പറയുന്നു കേന്ദ്രം പണം തരാനുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ നിങ്ങൾ പുറത്തിറക്കി വിടുന്ന ഈ ക്യാപ്സ്യൂളുകൾ കേന്ദ്രം പണം തരാനുണ്ടെന്ന് പറയുന്നു. കഴിഞ്ഞ ബജറ്റിൽ ബാലഗോപാൽ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ബാലഗോപാൽ പ്രതീക്ഷിക്കുന്ന ധനസമാഹരണത്തിൽ ഈ റവന്യൂ വരവിൽ കേന്ദ്രം തരാനുള്ള പൈസയെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടേ ഇല്ലല്ലോ. GST നഷ്ടപരിഹാരം കേരളത്തിന് കിട്ടാനില്ല, അർഹതയില്ല എന്നുള്ളത് ആർക്കാ അറിയാത്തത്? അത് കേവലം 5 വർഷക്കാലത്തേക്കായിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2 തോമസ് ഐസക് തന്നെ ചിന്തയിലടക്കം എഴുതിയ ലേഖനത്തിൽ പറയുന്നത് കേരളത്തിന്റെ GST വരുമാനം, GST നികുതി അത് റെക്കോർഡ് വർധനവ് രേഖപ്പെടുത്തുന്നു. ഓരോ വർഷവും 14%-ലധികം 20%-ഓളം റെക്കോർഡ് വർധനവാണെന്ന് അവകാശപ്പെടുന്നത് തോമസ് ഐസക് തന്നെയാണ്. GST നിയമം എന്താണ്? ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സുഹൃത്തിന് അറിയില്ലേ GST ആക്ടിൽ എന്താ പറയുന്നത്? ആ GST ആക്ടിൽ 14% നികുതി വർധനവ് കുറവാണെങ്കിൽ ആ നികുതി വരുമാനത്തിലെ വർധനവ് പ്രതീക്ഷിച്ചത്ര ലഭിക്കാതെ വന്നാൽ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ മാത്രമേ വ്യവസ്ഥയുള്ളൂ. നിങ്ങൾക്ക് നഷ്ടമില്ല എന്ന് നിങ്ങൾ തന്നെ പറയുകയും പിന്നീട് നഷ്ടപരിഹാരം വേണം എന്ന് പറയുകയും ചെയ്യുന്നതിലെ യുക്തിരാഹിത്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇവിടെ നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കിട്ടിയത് കേരളത്തിനാണ് എന്നും അംഗീകരിക്കാൻ നിങ്ങൾക്ക് എന്താ മടി? 53,000 കോടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയത് അംഗീകരിക്കാൻ എന്താ മടി? അത് ഓരോ വർഷവും എത്രയായിരുന്നു എന്ന് 2021 തന്നെ ധനകാര്യ കമ്മീഷൻ എണ്ണി പറഞ്ഞിട്ടുള്ളതല്ലേ? നിങ്ങൾക്ക് അറിയുമായിരുന്നില്ലേ ഈ വർഷം കുറവായിരിക്കും എന്നുള്ളത്? പിന്നീട് എന്തിനാണ് കള്ളം പറയുന്നത്? കഴിഞ്ഞ വർഷത്തെ ഈ വർഷം കിട്ടില്ല എന്നുള്ളത് 5 വർഷം മുമ്പ് അറിയുന്ന ആളുകളല്ലേ നിങ്ങൾ? ഇതിന് ജനങ്ങളുടെ മുന്നിൽ എന്തിനാണ് കള്ളം പറയുന്നത്? തുടർച്ചയായി പച്ചക്കള്ളം ആവർത്തിച്ചു പറയാൻ മടിയില്ലാത്ത മറ്റൊരു വർഗം ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. ഇങ്ങനെ കള്ളം പറയാൻ പാടുണ്ടോ? ഇത് കേരളത്തിലെ ജനങ്ങൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കേരളത്തിന് വികസന പെരുമഴ പെയ്യിച്ചിട്ടുള്ള സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. ഇത് ഏതെങ്കിലും കണക്ക് നിരത്തി പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. കേരളത്തിലെ ജനങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരുടെ കണ്ണിന്റെ മുന്നിൽ അനുഭവഭേദ്യമാകുന്ന തെളിവാണ് ദേശീയപാത 66-ന്റെ വികസനം നടക്കുന്നത്. 65,000 കോടി രൂപ 65,000 കോടി രൂപയാണ് കേന്ദ്രം ഇൻവെസ്റ്റ് ചെയ്തത്. അവിടെയാണ് 25% ഭൂമി ഏറ്റെടുക്കലിന്റെ പങ്ക് ഞങ്ങൾ കൊടുത്തു എന്നൊരു അവകാശവാദം ഉന്നയിക്കുന്നത്. പിന്നീട് കേന്ദ്രത്തിന് അയച്ച കത്തിൽ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് തരാൻ നിർവാഹമില്ല എന്നൊരു കത്തുകൂടി പിണറായി വിജയൻ അയച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത ഘട്ടത്തിൽ മുഴുവനായിട്ട് പറയാം. ഞാൻ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.